ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വർക്ക് ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്ലാറ്റിലെ അടുക്കളയോട് ചേർന്നിട്ടുള്ള ചെറിയൊരു വർക്ക് ഏരിയ ആണിത്. പക്ഷേ എനിക്ക് ഏറ്റവും പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സ്പേസുമാണിത്. ശരിക്കും ഈ ഫ്ലാറ്റ് ലൈഫിൽ ഒരു പച്ചക്കറി വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മെയിനായിട്ട് സ്പേസ് തന്നെയാണ് എപ്പോഴും അതിന് പ്രശ്നക്കാരൻ. ഇവിടെ എൻ്റേത് ചെറിയൊരു വർക്കിംഗ് ഏരിയ ആണ്, അടുക്കളയുടെ തൊട്ട് അടുത്തായിട്ട്. ഞാൻ അവിടെ നട്ടിരിക്കുന്നത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യങ്ങളായ മുരിങ്ങയില, കറിവേപ്പില, ഇത് രണ്ടുമാണ്. അതിൻ്റെ കൂടെ തന്നെ കടന്നു വന്നതാണ് ഈ ഒരു നാരങ്ങയുടെ ചെടി. ഇത് എനിക്ക് കിട്ടിയത് താഴെ ആരോ ഉപേക്ഷിച്ച് പോയ ചെറിയൊരു ചെടിയായിട്ട് എനിക്ക് കിട്ടിയതാണ്. അതിപ്പോൾ 2 വർഷത്തോളമായി. 2 വർഷമാകുമ്പോഴത്തേക്കും ഇത് നന്നായി കായ്ച്ചു തുടങ്ങി. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണെങ്കിലും പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതും ഞാൻ ഒരു പാഷൻ ഫ്രൂട്ട് വാങ്ങിയപ്പോൾ അതിൻ്റെ കുരു നട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അങ്ങനെ പാഷൻ ഫ്രൂട്ട് 2 പ്രാവശ്യമായിട്ട് എനിക്ക് 10-15ഓളം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുളിനാരങ്ങ ഇപ്പോഴാണ് ആയത്. ഇതാ കുറച്ചധികം സമയമെടുത്തു അത് പഴുത്ത് പാകമാകാൻ. ഇന്നാണ് പഴുത്ത് പാകമായത് 2 കിട്ടിയത്. നല്ല പുളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളിയുടെ കൂടെ തന്നെ വളരെ സന്തോഷവും. കാര്യമായിട്ടുള്ള വളപ്രയോഗമൊന്നും നടത്താറില്ല. പാല് വാങ്ങുന്ന വീട്ടിൽ നിന്നും ഇടയ്ക്ക് കുറച്ച് ചാണകം വാങ്ങും. അതാണ് കാര്യമായിട്ട് വളം. അതുപോലെ ചെറിയൊരു ബയോ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ, അതായത് പീല് ചെയ്തിട്ടുള്ള അതിൻ്റെ തൊലിയും അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഒരു വാട്ടർ ക്യാനിൽ ഇട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സ്ലറി കിട്ടും. ആ സ്ലറിയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കെമിക്കലായിട്ടുള്ള വേറെ ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ കിട്ടിയ ഈ ഒരു റിസൾട്ടിൽ ഞാൻ ഹാപ്പിയാണ്. വർക്കിംഗ് ഏരിയ മാത്രമുള്ള ഫ്ലാറ്റ് ലൈഫ് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പ്രചോദകമാകുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.